അമ്മ കരയാതെ കുഞ്ഞിന്റെ മുന്നിൽ ഞാൻ എന്താഗ്രഹം സാർ സാധിച്ചു കൊടുക്കേണ്ടത്? ഈ സെക്കൻഡ് മരിച്ചാൽ മരിക്കുന്നുള്ള എന്റെ കുഞ്ഞിന് ഞാൻ എന്താഗ്രഹമാണ് സാധിച്ചു കൊടുക്കാൻ? വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. ഒരു ഉമ്മയുടെ നെഞ്ചു പൊട്ടിയുള്ള സംസാരം, ആ ഉമ്മയുടെ മകൾ നഷ്ടപ്പെട്ട വേദനയിൽ ആ ഉമ്മ പറയുന്ന കാര്യങ്ങൾ അതെൻ്റെ ഹൃദയത്തിൽ കൊണ്ടു. മറ്റൊന്ന്, നമ്മളൊരു കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യണം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെള്ളിമാട് കുന്നിൽ ഫാത്തിമ നെഹ എന്ന് പേരുള്ള 19 വയസ്സുള്ള ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു മരണം. വാപ്പയും മോളും കൂടിയിട്ട് സ്കൂട്ടിമേ വരുമ്പോൾ സ്കൂട്ടി അപകടത്തിൽപ്പെട്ടതാണ്. ആ ഉപ്പിയും മോളും റഷീം. നമ്മളെല്ലാവരും ആ ഒരു മകൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു ആ മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരു ഉമ്മ അവരുടെ മറ്റൊരു മകൾ കുവൈത്തിലുണ്ട്. അവർക്ക് ഒരാഴ്ച മുമ്പാണ് അവരങ്ങോട്ട് പോയത്. അപ്പോൾ ആ ഉമ്മ ഒന്ന് എത്തിയിരുന്നു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അവരെന്നാണ് ഖബറടക്കിയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ദുആ ചെയ്യുക. ആ ഒരു വാപ്പയും മകൾ അങ്ങനെ പഠിച്ചുയരാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പൊന്നു മോളാണ് ഫാത്തിമ നെഹ. പുറക്കാട്ടിരിയോ അവിടെ എവിടെ സ്ഥലമാണ് ഇവരെ കറക്റ്റ് പ്ലേസ്. അപ്പോൾ ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ച വിഷയം, ഞാൻ വേറൊരു ഉമ്മാൻ്റെ ഒരു കഥയാണ്. തെരുവ് നായുടെ കടി ഏൽക്കുന്ന മദ്രസയ്ക്കൊക്കെ പോകുന്ന കുട്ടികൾ ഒരുപാട് കേസുകൾ നമ്മൾ അങ്ങനത്തെ കേൾക്കലുണ്ട്. അപ്പോൾ ഈ ഉമ്മയുടെ സംസാരം എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ കൊണ്ടു. അപ്പോൾ അതിനിടയിലാണ് ഈ ഒരു മരണവും അറിഞ്ഞത്. അപ്പോൾ അള്ളാഹു അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ഉമ്മയുടെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ആ ഉമ്മയുടെ കുഞ്ഞിന് നായ കടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവർക്കുള്ള ഒരു അനുഭവം. എവിടെ നോക്കിയാലും മദ്രസയ്ക്ക് പോണ മക്കളെയൊക്കെ നായ കടിക്കുന്നു. പൊന്നാനിലൊക്കെ 10-30 പേരെ കടിക്കണേ. ഈ ഒരു വീഡിയോ കാണുന്ന ആരുടെയൊക്കെ നാട്ടിൽ തെരുവ് നായയുടെ ശല്യം ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ്. എൻ്റെ നാട്ടിൽ ഒന്ന് അറിയട്ടെ, ജനം അറിയട്ടെ, ഭരണകൂടം അറിയട്ടെ. നമുക്ക് വീഡിയോ അയച്ചു കൊടുക്കാമല്ലോ. എനിക്ക് പരിചയമുള്ള MLA മാർക്കൊക്കെ അയച്ചു കൊടുക്കട്ടെ. നമ്മുടെ ഓരോ നാട്ടിലും നായയുടെ ശല്യം, പ്രത്യേകിച്ച് രാവിലെ മദ്രസയ്ക്ക് പോകുന്ന സമയത്താണ് ഇതിൻ്റെ ശല്യം ശരിക്കും മനസ്സിലാവുക. ഭയങ്കര പ്രയാസം തന്നെയാണ്. എന്തായാലും ഈ ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ നമ്മുടെ സിസ്റ്റം എന്തുമാത്രം തകർച്ചയിലാണെന്നുള്ളത് ഉമ്മ പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും. ഇവിടെ ഇമ്മ്യൂണോഗ്ലോബിൻ ഇല്ല, റാബിസ് വാക്സിൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ താലൂക്കിലേക്ക് പോകാൻ പറഞ്ഞു. അവിടെ നിന്ന് താലൂക്കിലേക്ക് ചെന്ന് അപ്പോഴത്തേക്കും കുഞ്ഞ് ആകെ തളർന്ന ഒരവസ്ഥയായിരുന്നു. ഈ പല്ല് കൊണ്ട് കടിച്ചിട്ട് ഈ മുറിവ് മൊത്തവും ഇത് മാംസം, അതായത് ഉള്ളിലുള്ള നമ്മുടെ ആ കൊഴുപ്പ് വരെ വെളിയിൽ വന്നെന്നുള്ളത് അതെല്ലാം പറിച്ച്, അതൊരു പിഞ്ച് കുഞ്ഞാണെന്ന് ഓർക്കണം. 19 കിലോയെ ഉള്ളായിരുന്നു എൻ്റെ കുഞ്ഞ്. ആ അവസ്ഥയിൽ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ ആ പട്ടിയുടെ വായിൽ മൊത്തം ഇരിക്കാനുള്ള കൈ മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ ഒട്ടും താമസിച്ചില്ല, നേരെ അവിടെ താലൂക്കിൽ കൊണ്ടുചെന്ന് എടുത്തോണ്ട് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, മോളെ പട്ടി കടിച്ചതാണ്. അപ്പോൾ ഉച്ച നേരം അവിടെ പേഷ്യൻസ് വലുതായിട്ടില്ല. എൻ്റെ കുഞ്ഞിനെ കെയർ ചെയ്യുന്നതായിട്ട് മതിയായിരുന്നു അവിടുത്തെ ബാക്കി ട്രീറ്റ്മെന്റ്. അവിടുന്ന് സെക്യൂരിറ്റി പറഞ്ഞ എന്താ, OP ടിക്കറ്റ് ഇല്ലാതെ കുഞ്ഞിനെ കാണിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. OP ടിക്കറ്റ് എടുത്ത് അവിടുന്ന് കൊണ്ടുവന്ന് ഡോക്ടറെ കയറി കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞെന്തോ, പറഞ്ഞു ഡോക്ടറെ മുറിവിനകത്തൂടെ ബ്ലഡ് പോകുന്നു, ഞങ്ങൾക്ക് മുറിവിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പോയി ടെസ്റ്റ് ഡോസ് എടുക്കും, ഇവിടുത്തെ സർജനെ കാണിക്കാൻ പറഞ്ഞു. ഈ 1 മണിക്ക് ഗവൺമെന്റ് ആശുപത്രി ഇരിക്കുന്ന ഡോക്ടേഴ്സ് 1 മണിയാകുമ്പോ എവിടെ പോവാ സാറേ? ഞാൻ പറഞ്ഞു ഡോക്ടർ ടെസ്റ്റ് ഡോസ് എടുത്തിട്ട് സർജനെ കാണിക്കാം. ഒക്കത്തില്ല, ഡോക്ടർ 1 മണിയാകുമ്പോ പോകുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ടെസ്റ്റ് ഡോസ് എടുപ്പിക്കാതെ ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് കുഞ്ഞുങ്ങളെ നോക്കി പരിചയമില്ല, നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. ഞാൻ അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു ഇഞ്ചക്ഷൻ റൂമിൽ കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് അവിടെ പേഷ്യൻ്റ് ഉണ്ട്. എൻ്റെ കുഞ്ഞിനെ കയറ്റി ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഞാൻ ഓടിപ്പോകുന്നില്ലല്ലോ. കുഞ്ഞിനെ കയറ്റി ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം അവർക്ക് ഫയൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ പോരെ, അതവർ ചെയ്തില്ല. അവിടുന്ന് നേഴ്സ് പറഞ്ഞു, ഒരു ബുക്ക് വലുത് എടുത്ത് തന്നിട്ടുണ്ട്, ഇത് മൊത്തം ഫില്ല് ചെയ്ത് തന്നെങ്കിൽ മാത്രമേ ടെസ്റ്റ് ഡോസ് എടുക്കത്തുള്ളൂ. അതും ടെസ്റ്റ് ഡോസ് എടുത്ത് 1:20 സാറ് പറയാൻ. 12 മണിക്ക് പട്ടി കടിച്ച് എൻ്റെ കുഞ്ഞിന് 1:20. 1:20 കൊണ്ടുപോയി ടെസ്റ്റ് ഡോസ് എടുത്ത് 1:40 വരാൻ പറഞ്ഞു. 1:40 അതുവരെ എൻ്റെ കുഞ്ഞിനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ ഡോക്ടറിനോട് എന്നിട്ട് പറഞ്ഞു, ഡോക്ടർ ഇതുപോലെ ടെസ്റ്റ് ഡോസ്, ശരി കുഴപ്പമില്ല, നിങ്ങളൊരു കഞ്ഞി കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടറല്ല വന്ന് ഇഞ്ചക്ഷൻ എടുത്തത്. ആ സ്ത്രീ വന്നിട്ട് ഒരു ഡോക്ടർ ആയാലും ഒരു നേഴ്സ് ആയാലും ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിരുത്തുമ്പം അവരല്ല ട്രീറ്റ്മെന്റ് ചെയ്തെങ്കിൽ അവർ വന്നിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യും, എക്സാം ചെയ്യും, എവിടേക്കാണ് മുറിവ് എന്ന് അവർ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അവർ ഇഞ്ചക്ഷൻ എടുക്കാൻ പാടുള്ളൂ. അതവർ ചെയ്തില്ല. ഒരു അറപ്പ് പോലെ കൊച്ചിന് കയറ്റി ഇരുത്ത്. എൻ്റെ കുഞ്ഞിന് 19 കിലോയ്ക്ക് 2.5 ml വാക്സിൻ ആണ് എടുക്കേണ്ടത്, ഇമ്മ്യൂണോഗ്ലോബിന്. ആ വാക്സിൻ മാത്രമേ ലോഡ് ചെയ്യുള്ളൂ ഈ സിറിഞ്ചിനകത്ത്. ആ മരുന്ന് ഈ മുറിവിനകത്ത് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ശരീരത്തിന്റെ വേറെ ഏത് ഭാഗത്ത് എടുത്താലും മതിയായിരുന്നു. അവരത് ചെയ്തില്ല. അവർക്ക് പോകേണ്ട ധൃതി കൊണ്ടിട്ട് അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ വലിയ മുറിവിലാണ് ഇഞ്ചക്ഷൻ എടുത്തത്. വലിയ മുറി ഇഞ്ചക്ഷൻ എടുത്തപ്പോഴത്തേക്ക് ആ മരുന്ന് ഫുള്ള് വെളിയിലേക്ക് പോയി. ബാക്കി മുറിവ് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ ബാക്കിൽ ഒരു തുള്ളി മരുന്നെടുത്ത് ബാക്കി സ്പ്രേ ചെയ്ത് കളഞ്ഞു. ഞാൻ എന്നിട്ട് അവിടെ എന്നിട്ട് വെച്ചു, ഡോക്ടറെ ഇതുപോലെ മരുന്ന് പുറത്ത് പോയാൽ അവർക്ക് ആവശ്യത്തിനുള്ള വാക്സിൻ എങ്ങനെ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മരുന്ന് 2.5 ml മാത്രമല്ലേ ലോഡ് ചെയ്യുള്ളൂ, അത് ഒരു സിറിഞ്ച് മൊത്തം ലോഡ് ചെയ്യാൻ പറ്റുമോ അവരെ കൊണ്ട്? നമ്മുടെ നാടിന്റെ അനാസ്ഥയാണ് സാറേ. ഇപ്പൊ പട്ടിയെ വന്ധീകരിച്ചിട്ട് ജനങ്ങളുടെ ഇടയ്ക്കോട്ടാണ് ഇറക്കി വിടേണ്ടത്. അതിന് ഷെൽട്ടർ ഒരുക്കി സെപ്പറേറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ കുട്ടിയെ മെഡിക്കൽ കൊണ്ടുപോയി? ഇല്ല, അന്ന് ഞാൻ ചെന്നിട്ട് ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടർ എമർജൻസി ഇപ്പൊ തന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, നാളെ കൊണ്ടുപോയാലും മതി, വാക്സിൻ എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് പിറ്റേന്ന് മെഡിസിറ്റിയിലാ കൊണ്ടുപോയത്. മെഡിസിറ്റി കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടർ തന്നെയാണ് അവളെ പിടിച്ച, കൈ പൊങ്ങുന്നില്ല. അന്ന് രാത്രി ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല എന്റെ കുഞ്ഞ്. ഞാൻ ഇരുന്ന് നേരം വിളിപ്പിച്ചിട്ടാണ് ഞാൻ പിറ്റേന്ന് കൊണ്ടുവന്നത്. നമ്മുടെ നാട്ടില് ഒരു പീഡിയാട്രിക് സർജൻ ഇല്ല. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് പടഭണ്ഡാരം പോലെ ഒരു ഹോസ്പിറ്റലാണ് പുനലൂർ കെട്ടിയിട്ടേക്കുന്നത്. അവിടെ ഒരു പീഡിയാട്രിക് സർജൻ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ ഗതികേട് എന്താണ് സാറേ? ഞാൻ ഇന്ന് പിറ്റേന്ന് അവിടെ കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് ആ ഡോക്ടർ തന്നെയാണ് ആ കൈ പിടിച്ച് ക്ലീൻ ചെയ്ത് മുറിവ് കെട്ടി. എന്നിട്ട് എൻ്റെ അടുത്തോണ്ട് പുറത്ത് എങ്ങും കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്യരുത്, നീ തന്നെ ഡ്രസ്സ് ചെയ്യാവൂ. അതും എന്നെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഡോക്ടറിനോട് എടുത്തു ചോദിച്ചു, എൻ്റെ കുഞ്ഞിൻ്റെ ജീവനും പേടിക്കാനൊന്നും ഇല്ലല്ലോ ഡോക്ടറെ? ആ വാക്സിൻ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ മുറിവ് ഒരിക്കലും മരണകാരണമല്ല എന്നാ ഡോക്ടർ എനിക്ക് വാക്ക് തന്നതാ. എന്നിട്ട് ഞാൻ ഡ്രസ്സ് ചെയ്ത് ഉണങ്ങി. ഡോക്ടർ പറയാൻ ആ മാസം 20-ാം തീയതി എൻ്റെ കുഞ്ഞിൻ്റെ 8ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. എല്ലാരും പറഞ്ഞു കേക്ക് കൊടുക്കണ്ട, മുട്ടയൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കേക്ക് പോലും വാങ്ങിച്ചു കൊടുത്തില്ല. ആ മാസം 28-ാം തീയതി, ഒരു മാസത്തില് സാറേ ഇതൊക്കെ സംഭവിക്കുന്നു, ഒരു മാസം തികഞ്ഞില്ല. ആ ഏപ്രിൽ 28-ാം തീയതി ആ കരിഞ്ഞ മുറിവിനകത്ത് തന്നെയാണ് കുത്തിവലി വന്നത്. പിറ്റേന്ന് ഞാൻ 30-ാം തീയതി മെഡിസിറ്റിയിൽ തന്നെ കൊണ്ടുപോയി. ആ മുറിവ് കരിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവിടെ ഒരു പാടല്ലാതെ വേറെ ഒന്നും ഇല്ലായിരുന്നു. മെഡിസിറ്റി കൊണ്ട് ചെന്ന് ഡോക്ടർ എല്ലാം പരിശോധിച്ചപ്പോൾ അപ്പോഴും ഡോക്ടർ ചോദിച്ചു, കൃത്യമായിട്ട് വാക്സിൻ എടുത്തതല്ലേ, അപ്പൊ ജീവനെ പേടിക്കാനില്ല എന്ന്. ഞാൻ അത് വിശ്വസിച്ചിട്ടാണ് ഞാൻ അന്ന് വീട്ടിൽ വന്ന്. അന്ന് വീട്ടിൽ രാത്രി 2 മണിയായപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞിന് നിർത്താതെ ടെമ്പറേച്ചർ, എന്തൊക്കെ ചെയ്തിട്ടും പറ്റുന്നില്ല. പിന്നെ പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ സ്ഥിരം കാണിക്കുന്ന പീഡിയാട്രീഷ്യനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ നിമിഷം, അതായത് ഇങ്ങനെ കുനിയില്ല സാർ, അത്രയ്ക്കും നിലവിളിക്കും, നട്ടെല്ലാം പൊളക്കുന്ന വേദന കൊണ്ട്. അങ്ങനെ ഞാൻ അപ്പം തന്നെ SIT കൊണ്ടുപോയി. SIT കൊണ്ടു ചെന്ന് എല്ലാ പരിശോധനയ്ക്കും നിന്ന് കൊടുത്തു. ഒബ്സർവേഷനിൽ ഇരിക്കുമ്പോൾ അപ്പൊ ഡോക്ടർ വിശ്വസിക്കുന്നില്ല. കാരണം അവൾ പേവിഷബാധയുടെ ഒരു ലക്ഷണങ്ങളും കാണിക്കുന്നില്ല. അവൾ മെയ് 5-ാം തീയതി മരിക്കുന്നു. മെയ് 6-ാം തീയതിയാണ് അവൾക്ക് ലാസ്റ്റ് വാക്സിൻ എടുക്കേണ്ടത്. എന്നിട്ട് അവക്കെല്ലാം പരിശോധിച്ചു നോക്കിയപ്പോഴത്തേക്ക് കാലിനൊരു സെൻസേഷൻ കുറവല്ലാതെ വേറൊരു നട്ടെല്ല് കുത്തിയെടുത്ത് പരിശോധിക്കുക, ഒബ്സർവേഷനിൽ ഇരിക്കുന്നു പറഞ്ഞ് രാത്രി 12 മണിക്ക് അവളെ ICU കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും കിടുങ്ങലായിട്ട് സപ്പോസിറ്ററി എല്ലാം വെച്ച് വെളിയിലേക്ക് വിട്ടു. എൻ്റെ വായുടെ കാറ്റ് ജസ്റ്റ് ആ മുഖത്ത് അടിച്ചതേ ഉള്ളൂ എൻ്റെ കുഞ്ഞ് വയലുണ്ടായത്. ഡോക്ടർ പറയണ ഒരു അമ്മ എന്ന നിലയ്ക്ക് ഞാൻ എന്ത് ചെയ്യാൻ, അവൾ ഒരു മനുഷ്യനെ അടുപ്പിച്ചില്ല എന്നുള്ളതാ. ഞാൻ വെള്ളച്ചാതി എടുത്ത് ICUലെ റൂമിൽ കൊണ്ടുപോയി കട്ടിലേക്ക് കിടത്തിയപ്പോ പുതപ്പെല്ലാം കൂടെ മൂടി പുതച്ചിട്ട് ഒരു മനുഷ്യനെ അടുപ്പിക്കാത്ത വിധത്തിൽ അവള് കിടന്നത്. ലാസ്റ്റ് കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് ഞാൻ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയത്. ആ ഡോക്ടർമാർ പോലും വിശ്വസിക്കുന്നില്ല. ആ കുഞ്ഞിന് പിറ്റേന്ന് രാവിലെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഐസൊലേഷൻ വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ വായില് തുപ്പലെടുക്കാൻ, അത് ആ കുഞ്ഞ് കിടന്നു കൊടുത്തു. വായിന്ന് തുപ്പലെടുക്കാനും നട്ടെല്ല് കുത്തി പരിശോധിക്കാനും എല്ലാം നിന്ന് കൊടുത്തിട്ട് ഡോക്ടർ പറയാൻ പരിശോധിച്ചിട്ട് വന്നിട്ട് അവിടെ കൗൺസിലിംഗ് റൂമിൽ കയറ്റിട്ട് പറഞ്ഞു, ഇനി കിട്ടത്തില്ല, ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ മകൾക്ക് ഇങ്ങനൊരു അസുഖമാണെന്ന്. ഇനി ഉമ്മക്ക് അറിയാതെ കുഞ്ഞിന്റെ മുന്നിൽ എന്താഗ്രഹം, ഞാൻ എന്താഗ്രഹം സാർ സാധിച്ചു കൊടുക്കേണ്ടത്? ഈ സെക്കൻഡ് മരിച്ചാൽ മരിക്കുന്നുള്ള എൻ്റെ കുഞ്ഞിന് ഞാൻ എന്താഗ്രഹമാണ് സാധിച്ചു കൊടുക്കാനുള്ളത്?